ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അർച്ചനാസ് വ്ലോഗ്സ് 90. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ കോലത്തിലൊക്കെ ഇത് ഇൻട്രോ എടുക്കണം അല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിലെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ്. പ്രധാനപ്പെട്ടെന്ന് വെച്ചാൽ അതിനെന്താ പറയുന്നത് എനിക്കറിഞ്ഞൂടെ. വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു അടുത്ത ശനിയാഴ്ച വേറെ സ്പെഷ്യൽ ഡേ ആണ്, വേറൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. വേറൊന്നുമില്ല, ഇന്ന് എൻ്റെ 18ാമത്തെ ബർത്ത്ഡേ ആണ്. ഇന്ന് ജൂലൈ 19 എൻ്റെ 18ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 18ാമത്തെ ബർത്ത്ഡേ ആണ് കൂടുതലും കുറച്ച് ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലാത്ത ബർത്ത്ഡേ അങ്ങനെ ആഘോഷിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന വീട്ടിൽ വെച്ച് എല്ലാവരും വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യണം. പക്ഷേ ഞാനിവിടെ ആയതുകൊണ്ട് എനിക്ക് ക്ലാസ് ഉള്ളത് കാരണം അതൊന്നും നടക്കില്ല. പിന്നെ ഞാൻ ശനിയാഴ്ച അവിടെ പോയിട്ട് പിന്നെ ഞായറാഴ്ച ഇവിടെ വന്ന് അതൊക്കെ ഭയങ്കര പാടാം. അപ്പോൾ അവർ ഇങ്ങോട്ട് വരും. ഞങ്ങൾ എന്നിട്ട് എവിടെയൊക്കെ പോകുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എവിടെ സ്ഥലങ്ങളൊന്നും. വാഗമണ്ണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ല കൃത്യമായിട്ടുള്ള സ്ഥലമൊന്നും. ഇതിങ്ങനെ വെച്ച് കൈവേദന എടുക്കും ഇവിടെ എങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ഫാമിലി ട്രിപ്പാണ്. എൻ്റെ കൂട്ടത്തിൽ വേറൊരാളും കൂടെ ഉണ്ട്. ഞങ്ങൾ 4 പേരും അല്ലാതെ എൻ്റെ ഒരു അനിയനും കൂടി വരുന്നുണ്ട്, മാമൻ്റെ മകൻ. അവനും കൂടി എന്നെ കാണാമെന്ന് പറഞ്ഞ് അവനും പോന്നു. അപ്പോൾ അവരെന്തോ 4 മണിക്ക് കോട്ടയത്ത് നിന്ന് ഇറങ്ങിയതായിരുന്നു. കോട്ടയം വൈറ്റാണ് എൻ്റെ വീട്. അപ്പോൾ ഇപ്പോൾ എന്തോ ഏറ്റുമാനൂരോ ഇവിടെയോ എത്തിയുള്ളൂ. അപ്പോൾ ഞാൻ 5:30 ആയപ്പോൾ എണീറ്റ് കുളിച്ച് മീൻസ് മേല് കഴുകി ഇവിടെ റെഡിയാകാൻ വേണ്ടി ഇരുന്നപ്പോൾ അവരെ വിളിച്ചപ്പം അവർ ഏറ്റുമാനൂർ എത്തിയിടാം. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പം റെഡിയായിട്ട് ഇവരിവിടെ എവിടെയെങ്കിലും എത്തുമ്പോൾ റെഡിയായാൽ മതിയല്ലോ. അപ്പോൾ ഇന്നലെ രാത്രി 12 മണിയായപ്പോഴേ മീനാക്ഷി എനിക്ക് ഒരു ബ്രൗണിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ബർത്ത്ഡേ വിഷസ് പറഞ്ഞ് ഞങ്ങൾ മുറിച്ചായിരുന്നു. ശ്രദ്ധയും കൃഷ്ണയൊന്നും ഇല്ല ഇവിടെ, അവൻ ഇന്നേ വരുള്ളൂ, അവർ നാട്ടിൽ പോയിക്ക്. അപ്പം എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വിഷ് ചെയ്തത് മീനുമാണ്. എനിക്കങ്ങനെ അറിയത്തില്ലായിരുന്നു, അവൾ വിഷ് ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ മുറിക്കാൻ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ സർപ്രൈസ് ആയിരുന്നു. പിന്നെ അവരില്ലാത്തതിൻ്റെ ഒരിതുണ്ട്, പക്ഷേ മീനും ഉണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് ഒന്ന് മേല് കഴുകിയിട്ടിരിക്കുകയാണ്, റെഡി ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നൊരു നല്ലൊരു ലോങ് വീഡിയോ എടുക്കണമെന്ന്. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ഇന്ന് ഹാപ്പി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്ന ഡേ ആണ് 18ാമത്തെ ബർത്ത്ഡേ. പക്ഷെ ചിലർ പറയുന്നത് ഇനി അങ്ങോട്ടാണ് ഓരോന്ന് തുടങ്ങാൻ പോകുന്നത്. ശരിയാ, ഇനിയിപ്പം ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവുമല്ലോ 18 വയസ്സായതിൻ്റെ. അപ്പോൾ ഇന്നത്തെ എന്തായാലും വ്ലോഗ് നല്ല അടിപൊളി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് എടുക്കാം. ഇനിയിപ്പോൾ എനിക്ക് റെഡിയാകണം, റെഡിയാവുന്ന വീഡിയോ എടുക്കാം. ഇവിടെ നല്ല തണുപ്പാണ് ഗൈസ്, ഭയങ്കര തണുപ്പാണ്. അതിൻ്റെ മഴ ആയതുകൊണ്ട് നല്ല കുളിക്കാനൊക്കെ നല്ല മടിയായിരുന്നു. അപ്പോൾ ഇനി ഞാൻ റെഡിയാകുന്നതും അവർ വരുന്നതും പിന്നെ മുമ്പോട്ടുള്ള എല്ലാ ഭാഗങ്ങളും കാണാം. അപ്പോൾ ഞാൻ പതിയെ കയറാൻ പോകാൻ. എന്തായാലും റെഡിയായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ഫോണിൽ ചാർജില്ല, ഫോൺ കുത്തിയിരുന്നു. അപ്പോൾ റെഡിയായിട്ടൊക്കെ വീഡിയോ എടുക്കാം. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് നിന്ന് ഫുള്ള് റെഡിയായി. അപ്പോൾ അവരിവിടെ എത്താറായെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. ഇന്ന് ഞാൻ ഇത്രയും റെഡിയായിരുന്നു, വേറെ ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട്, കുറച്ച് പൗഡർ ഇട്ട്, കുറച്ച് ഐലൈനർ എഴുതി, പിന്നെ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് ഇട്ടു. അച്ഛൻ എന്നെ കൊണ്ട് ലിപ്സ്റ്റിക്ക് ഇരിക്കുകയല്ല, തൂപ്പിക്കും. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഇട്ടത് കുഴപ്പമൊന്നും തോന്നുന്നു. ഇന്ന് ഞാൻ പ്രത്യേക ഹാപ്പിയാണ്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് രാവിലെ ഒന്നും ആരോടും മിണ്ടാനൊന്നും അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഞാൻ 9:30 എത്താനായിട്ട് എനിക്ക് നല്ലോണം ആരോടും ഞാൻ മിണ്ടത്തില്ല. ഇന്ന് ഞാൻ ശരിക്കും ഹാപ്പിയാണ്. എൻ്റെ ഫേസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇവിടെ ഭയങ്കര മഴയാണ്, കുറേ കാണുന്നില്ല, ഭയങ്കര മഴയാണ്. ഇതുവരെ എണീറ്റിട്ടില്ല, അവളോട് പറഞ്ഞിട്ട് വേണം പോകാൻ. അപ്പോൾ അവർ കോളേജിൻ്റെ അവിടെ എത്തുമ്പം
ഞാൻ താഴത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇതാണ് എനിക്ക് കാണത്തില്ലല്ലേ, പിന്നെ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. ഓ കാണിച്ചാളാം. അപ്പോൾ പ്ലീസ് അവർ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴത്തോട്ട് ഇറങ്ങുമ്പോഴാണ് വീഴാച്ചിരിക്കുകയാണ്. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഗേറ്റിൻ്റെ അവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഇങ്ങോട്ട് വരും. പോവാണ്. റിഞ്ചു ചേച്ചി ഹലോ. പോവാ. Thank you. Happy birthday. Hi. Happy birthday. Hello. ഇരുത്താള നിക്ക്. എടാ ഈ ബാഗ് ഒന്ന് പുറകോട്ട് കൊടുത്ത്. സീറ്റ് ബെൽറ്റ് ഇടുമ്പോ എങ്ങനെയാടാ മടിയിരിക്കുന്നേ? അപ്പോ ഗൈസ് നമ്മൾ ട്രിപ്പിന് പോകുകയാണല്ലോ. എല്ലാരും ഉണ്ട്. ഞാൻ, അനിയൻ, കുഞ്ഞു. ഫോട്ടോ എടുക്കുമ്പോ അമ്മ നേരെ നോക്കിയ പുറകില് അതിനൊക്കെ ആ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. പോകുന്ന വഴി കാണാം. വണ്ടി ഓടിക്കുമ്പോ വേറെ ഒന്നും ശ്രദ്ധിക്കരുത്. അപ്പോൾ നമ്മളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളിപ്പോ വാഗമണിലേക്കാണ് പോകുന്നത്. വാഗമണിൽ എവിടെയാ പോകുന്നത്? വാഗമണിൽ എവിടെയോ ആണ് ഞങ്ങൾ പോകുന്നത്.
ഗൈസ് പണി കിട്ടി, നല്ല പണി കിട്ടി. ടയർ ചെറുതായിട്ടൊന്ന് പഞ്ചറായി. ഭാഗ്യത്തിന് ഒരാൾ പറഞ്ഞ് വണ്ടിയിൽ വന്ന് പറഞ്ഞത് കാരണം നമ്മൾ അറിഞ്ഞ്. അപ്പോൾ ഇപ്പം അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ, ഇപ്പം ഞങ്ങൾ അറിഞ്ഞ സ്ഥലത്തിന് തൊട്ടിപ്പുറത്ത് തന്നെ നമുക്ക് ഒരു പഞ്ചറൊട്ടിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമ്മളവിടെ പഞ്ചറൊട്ടിക്കാൻ പോകുവാണ്. കൂടെ ശരിക്കും പോയി, എന്നാലും നമുക്ക് നോക്കാം. പഞ്ചറൊട്ടിച്ചതിന് ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മള് ഫുഡ് കഴിക്കാൻ പോകും. ഫുഡ് കഴിക്കാൻ കയറിയതാണ്. ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കുഞ്ഞു ഫുഡ് ഇഷ്ടപ്പെട്ട? എന്തായിരുന്നു നീ കഴിച്ചേ? ഫുഡ് കുഴപ്പമില്ലെന്ന്. ഇത് ചേട്ടൻ്റെ ചേട്ടനോ അതിനോ ഒരാളാ, അനിയൻ്റെ ക്ലാസ്സാണ്, ചുമ്മാ എടുത്ത് വെച്ചതാ. അപ്പൊ ഫുഡ് നല്ലതായിരുന്നു, ടേസ്റ്റ്. പക്ഷെ ഇവിടെ ആള് ഭയങ്കര കൂടുതലാണ്. ഈ ഏരിയയിൽ ഈ ഒരു ഹോട്ടലുള്ളതെന്ന് തോന്നുന്നത്. അപ്പം ഫുഡ് നല്ല ഫുഡായിരുന്നു. പിന്നെ ആളുണ്ടായിരുന്ന കാരണം അവിടെ ഇവിടെയൊക്കെ ഇരിക്കേണ്ടി വന്നു. നല്ലതുണ്ടായിരുന്നു. No. ഫസ്റ്റ് ടൈം അല്ലേ ഈ ട്രിപ്പ് വന്നത്? എന്തുകൊണ്ടാ ഇപ്പൊ ഈ ട്രിപ്പ് വന്നേ? ഓ നല്ല കുട്ടി. അല്ല അത് ഞാൻ കാരണല്ലേ ഇത് പോകുന്നേ. അതെന്താ? അല്ല അണ്ണ
എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടല്ലേ നമ്മളിപ്പോ ഈ ട്രിപ്പ് പോകുന്നത്, അല്ലാതെ അന്നായി വണ്ടി എടുത്തോണ്ടല്ലോ. കുട്ടന്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ ഒരു ഗിഫ്റ്റ് വേറെ കിട്ടും. എടാ ഞാൻ വണ്ടി ഓടിക്കില്ല, പക്ഷെ എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങക്ക് ഇവിടെ വരാൻ പറ്റിയത്. ആ അതൊക്കെ പറയണ, നിനക്കൊക്കെ സമ്മതിച്ചെന്താ? ബൈ ബൈ ബൈ. ഗൈസ്, നമ്മൾ വാഗമണ്ണ് എത്താറായി. വാഗമണ്ണിൽ നമ്മൾ ആദ്യം പോകുന്നത്, നമ്മൾ എത്ര മണിക്ക് പോകുന്നുണ്ട്? ഒന്നും പ്ലാൻ ഇല്ല, ഉചിതമായ രീതിയിൽ അങ്ങോട്ട് ചെയ്യുകയാണ്. ടൈമുണ്ട്, ഇപ്പൊ തന്നെ ആദ്യത്തെ ടൈമുണ്ട്. ഇപ്പൊ എത്ര മണിയായി? 10:40 ആകുന്നതല്ലേ. നമ്മൾ ഇപ്പൊ ആദ്യം പോകുന്നത് എന്തോ ആ ലേക്കിന്റെ പേരെന്തുവാ, വാഗമണ്ണിൽ ഒരു ലേക്കിലേക്കാണ് പോകുന്നത്. അവിടുന്ന് പിന്നെ അടുത്ത സ്ഥലം അവിടെ ചെന്ന് കഴിഞ്ഞ് നമ്മൾ നോക്കാം എവിടെ പോവാ. ബാഗിലുണ്ട്. അന്ന് തരത്തില്ലേ? ഇല്ല, അവിടെ ഉണ്ട്. ആ ബാഗിന്റെ ഫ്രണ്ടിലത്തെ കളിയിലുണ്ട്. നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നെ ഞങ്ങളിപ്പോ വരുന്ന വഴി ഇപ്പൊ എത്ര കാറിന്റെ പേരെന്തോ, പോർഷെ, കുറെ പോർഷെ ഉണ്ട്. എന്തോ ഇവിടെ എന്തോ പരിപാടി നടക്കുവാന്ന് തോന്നുന്നു. അടുപ്പിച്ചടുപ്പിച്ചടിപ്പിച്ച് തന്നെ പോർഷെ കണ്ടുണ്ട്. എനിക്ക് ചില വീഡിയോസ് ക്ലിപ്പില് ആ പോർഷെ കാണുന്നുണ്ട്. ആദ്യത്തെ ഒരെണ്ണത്തിൽ കണ്ട്, പിന്നെ രണ്ടെണ്ണം ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തൊക്കെ വന്നായിരുന്നു. നല്ല കളറുള്ളത്, നല്ല കോട കഴിച്ചു. ഞാൻ കൊറേ ഞാൻ അതിനെ കാണിക്കുന്നുണ്ട്. വ്ലോഗ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ അനിയന്റെ ചാനലിലേക്ക് അനിയനും എടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ കാണാത്ത പല കാര്യങ്ങളും അതിൽ കാണാം, അതിൽ കാണാത്ത പല കാര്യങ്ങളും ഇതിൽ കാണാം. അപ്പൊ ഇതൊരു ബർത്ത്ഡേ ആൻഡ് ട്രിപ്പ് വ്ലോഗാണ്. നല്ല വ്യൂ, നല്ല വ്യൂ. ഞങ്ങള് ഫസ്റ്റ് ടൈം നമ്മളെനിക്ക് ഏറ്റവും ടോപ്പിൽ എത്തിയില്ലല്ലോ. ടോപ്പിലെത്താൻ വരും 6 കിലോമീറ്ററിന്. സഹിക്കാൻ പറ്റാത്ത തണുപ്പുണ്ടോ ചോദിച്ചാ അത്രക്കില്ല. ഇരിക്കണ കാരണം ചോദിച്ചാണല്ലോ. പക്ഷെ ഇപ്പൊ ഈ ഒരു തണുപ്പെന്ന് വെച്ചാൽ പത്തനംതിട്ടയിലുള്ള ഒരു തണുപ്പുണ്ട്. പത്തനംതിട്ടയിൽ എന്നും രാവിലെ എണീക്കുമ്പോ ഇതിലും കുറച്ചും കൂടെ തണുപ്പുണ്ട്. Whispering pine
കുഞ്ഞു എങ്ങനെ ഇഷ്ടായ നിനക്ക്? ഇഷ്ടായ? എങ്ങനെയുണ്ടമ്മ? സൂപ്പർ, അടിപൊളി. എന്താണ് അഭിപ്രായം? നല്ല ഭംഗിയുള്ള പ്രദേശങ്ങള്, സൂപ്പർ. ആ അച്ചായി എങ്ങനെ? സൂപ്പർ, രക്ഷയില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ വല്ലതും കണ്ടുണ്ടോ? ജീവിതത്തിൽ ആദ്യമായിട്ട്. നിങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് അല്ലേ ഗൈസ്? ഇവിടെ ഫോട്ടോഷൂട്ടാണ്. വേറെ എങ്ങോട്ടും നോക്കല്ലേ, ക്യാമറയുടെ ഇതിനകത്തോട്ട് നോക്കാള്. രണ്ടുപേരും ചിരിച്ചോണ്ടിരിക്കും. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കേട്ടോ. ഇവിടെ നോക്കാനുള്ള, ഇങ്ങോട്ട് നോക്കല്ലേ. ഇങ്ങോട്ടല്ല അങ്ങോട്ട്. ഗൈസ് ഇവരുടെ കപ്പിൾ ഫോട്ടോഷൂട്ടാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ബർത്ത്ഡേ ആയിട്ട് ഇവരുടെ കപ്പിൾ ഫോട്ടോഷൂട്ടാണ് നടക്കുന്നത്. ആ എന്നാ രസാന്നറിയാവോ? എന്റെ ബർത്ത്ഡേക്ക് വന്നിട്ട് ഇവരുടെ ഫോട്ടോഷൂട്ടാണ് ഗൈസ് നടക്കുന്നത്. അല്ലാതെ എടാ ഇവിടെ ഇപ്പൊ എന്താണ് നടക്കുന്നത്? അതെ, ഇവരുടെ ഫോട്ടോഷൂട്ട് അല്ലേ, നമ്മളൊന്നും എടുത്തുന്നില്ലല്ലോ. ഇവരെന്തല്ലേ ഇങ്ങനെ? ആ വഴിയുണ്ട്. നിനക്ക് പോകാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയത്തില്ല ഗൈസ്, പക്ഷെ നല്ല പുക വരുന്നുണ്ട്. എന്റെ ഫോട്ടോയിനെ എടുക്കണ്ടേ ഗൈസ്? എനിക്ക് ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ഇതായത്, എനിക്ക് എന്റെ ബർത്ത്ഡേ ആഘോഷിച്ചതിനേക്കാളും എന്റെ ഫാമിലിനെ സന്തോഷിപ്പിച്ചാണ് എനിക്ക് ഏറ്റവും ഇതിൽ ഭയങ്കര ഇതായിട്ടുള്ളത്. ഇതിനിപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ മനസ്സിലുള്ള ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അനിയന്റെ വ്ളോഗിൽ കാണാം നിങ്ങൾ. ഞാൻ അനിയൻ ആ വ്ളോഗ് ഇടുമ്പോൾ മിക്കവാറും അനിയനായിരിക്കും ഫസ്റ്റ് വ്ളോഗ് ഇടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇടുള്ളൂ. ഞാൻ ഈ ക്ലാസ്സിന്റെ ഇടയിൽ എഡിറ്റ് ചെയ്യുന്നത് എനിക്ക് നടക്കത്തില്ല. അപ്പം ഞാൻ എപ്പോഴെങ്കിലും എഡിറ്റ് ചെയ്ത് ഇടുള്ളൂ. പക്ഷെ അനിയന്റെ വ്ളോഗിൽ നമ്മൾ പറഞ്ഞതിന്റെ എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഉണ്ടെന്ന്. കാരണം നമ്മൾ ഇത്ര ഹാപ്പി ആയത് ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പാണിത്. അപ്പോൾ അത്രയ്ക്ക് ആള് ഹാപ്പിയാണ് അച്ഛനെ അമ്മേനെ സന്തോഷിപ്പിച്ചത്. അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇതാണ്. അവർക്ക് ശരിക്കും ഹാപ്പിയായി. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയില്. ഇതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അതൊന്നും അല്ല. എങ്ങോട്ട് പോയ ഫോണെങ്ങോട്ട് പോയത്? അപ്പോ നമ്മള് വാഗമണ് മിഡോസ് എന്ന് പറയുന്ന ഒരു ലേക്കിലേക്കാണ് പോകുന്നത്. അപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ, ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ കുറച്ചേ ഉള്ളു ഇവിടുന്ന്. ഇനിയിപ്പോ എന്തോരം ഉണ്ടനിയാ? ഇവിടുന്ന് ഇനി 2 കിലോമീറ്റർ. മിഡോസ് ഇപ്പഴാണ് ആ ലേക്കിന്റെ പേര് എനിക്ക് മനസ്സിലായി. അവിടെ എഴുതി വെച്ചാൽ മിഡോസ്. എന്താണ് മിഡോസിന്റെ അർത്ഥം? മിഡോസിന്റെ അർത്ഥം അതാണോ മിഡോസിന്റെ അർത്ഥം? അതാന്ന് തോന്നുന്നു. ഇവൻ പറയുന്ന കേട്ടാണ് അവരാണ്. എനിക്കറിയാൻ പാടില്ല മിഡോസിന്റെ അർത്ഥം എന്താന്ന്. While rivers whisper truth as they flow down, and their songs entwine with the trees that stand.
എന്റെ കൈ ഞാൻ പിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ലേക്കിലേക്ക് പോകുന്നില്ല, കാരണം ലേക്കിലേക്ക് പോകണമെങ്കിൽ നമ്മൾ വേറെ വണ്ടിയൊക്കെ വിളിക്കണം, അത് ശരിയാകത്തില്ല. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ലേക്കിലേക്ക് പോകാണ്ട് ഇവിടെ പുള്ളിക്കാനത്ത് പുള്ളിക്കാനം പോകാമെന്ന്. നമുക്ക് ലേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പുഴയുണ്ട്, പിന്നെ തേയിലത്തോട്ടമുണ്ട്, അതല്ലേ പ്രത്യേകിച്ചുള്ളവിടെ അതല്ല. അപ്പൊ നമ്മള് വിചാരിച്ച് പുള്ളിക്കാനത്ത് പോവാം. അപ്പൊ നമ്മള് പുള്ളിക്കാനത്തേക്കാണ് പോകുന്നത്. ഗൈസ്, ഇവിടെ മഴയത്ത് ഞങ്ങൾ ഇറങ്ങി നിൽക്കുകയാണ്. എന്നാണ് ഇവിടെ എന്തോന്ന് കണ്ടപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയത്, പക്ഷെ ഭയങ്കര മഴ. വെള്ളച്ചാട്ടം കണ്ടു. ഇവിടെ വെച്ച് അനിയന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. ടൂറിസ്റ്റ് ഒക്കെ കാപ്പിത്തോട്ടം ഉണ്ട് പുറകില്. വണ്ടി നിർത്താൻ പറ്റിയ സ്ഥലമുണ്ട്, മഴ കൂടിയാൻ പറഞ്ഞു. ഗൈസ്, അപ്പൊ നമ്മള് ഇത് ഏലപ്പാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. വാഗമണ്ണ് ഏലപ്പാറ. ഇവിടെ ഇറങ്ങുന്ന കുഞ്ഞു. അപ്പൊ ഞങ്ങള് കൊറേ സ്ഥലത്ത് ചുറ്റി, മഴയായ കാരണം ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോഴാണ് ഇറങ്ങി. അപ്പൊ ഞങ്ങളിത് ഇവിടെ വന്ന് ഇറങ്ങി. എന്നെ ഇറക്കട്ടെ, ഞങ്ങളിത് അമ്മ ഇറങ്ങണില്ലേ? ഞങ്ങൾ ഇറങ്ങിയതും ദേ വീണ്ടും മഴ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു വലിയൊരു അരുവി പോണുണ്ട്. അങ്ങനെ കുഴപ്പം. ഞങ്ങൾ എവിടെ കാറിന്ന് പുറത്തിറങ്ങിയാലും അപ്പൊ അവിടെ മഴ പെയ്യുന്നു. തണുക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേര് അറിഞ്ഞൂടാ. ഇപ്പൊ നമ്മൾ എവിടെ നിന്ന? വേലപ്പാറ. അത് വേലപ്പാറ ഒന്നുമല്ല, ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി ജസ്റ്റ് ഒരു റീല് ഷൂട്ട് ചെയ്ത് പിന്നെ കുറച്ചു നേരം അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നെ ഇപ്പൊ എങ്ങോട്ടാ പോണേ? എങ്ങോട്ടോ ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോവാ. അപ്പൊ ജസ്റ്റ് സ്ഥലം ഒന്നും അറിയില്ല, കാണുന്ന സ്ഥലത്തൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കും, ഒന്ന് എൻജോയ് ചെയ്യും. അങ്ങനെ പോകുന്നു. അടുത്ത സ്ഥലത്തേക്ക് പോവുക. അപ്പൊ നമ്മൾ പെട്രോൾ പമ്പില് പെട്രോൾ അടിക്കാൻ വന്നു. അത് കഴിഞ്ഞ് ഇനി അങ്ങോട്ടെങ്കിലും പെട്രോൾ അടിച്ചിട്ട് ഇനി വല്ലയിടത്തേക്കും പോവാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയതാണ്. ഇവിടെ ഞങ്ങളെല്ലാവരും അച്ഛനും ചോറും ബാക്കി എല്ലാവരും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം ഇനി വേറെ എവിടെയെങ്കിലും ഒക്കെ പോകാം. നമുക്ക് വൈകുന്നേരം വരാൻ ടൈമുണ്ട്. എനിക്ക് എപ്പോഴേലും ഹോസ്റ്റലിൽ കയറിയാൽ മതി. അപ്പോൾ
അതുവരെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നടക്കും. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെണ്ടി നടന്ന് ഇപ്പൊ ലാസ്റ്റ് ഗൈസ്, ഇനി നമ്മളെ അടുത്ത ലൊക്കേഷൻ എവിടെയാ? പരുന്തുംപാറ. പക്ഷെ ഞാൻ പരുന്തുംപാറയിൽ ഞാൻ നേരത്തെ പോയിട്ടുണ്ട്. ഞാൻ ടൂറിന് പരുന്തുംപാറയിലാണ് പോയത്, +2 ടൂറിന്. അപ്പൊ ഞാൻ അന്നേ വിചാരിച്ച് ഇവരുമായിട്ട് ഒരു തവണ അവിടെ പോകണമെന്ന്. എനിക്ക് അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. നമ്മൾ ഇനി അടുത്ത പോകുന്ന പരുന്തുംപാറയിലേക്കാ. അവിടെ ചെന്നിട്ട് കാണാം. അല്ല, അവിടെ ചെന്നിട്ട് കാണാം. പോകുന്ന വഴിക്കുള്ളതും കാണിക്കാം, പിന്നെ അവിടെ ചെന്നിട്ടും. The shadows play, the wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the velvet dark, patterns leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. The dawn paints gold on the mountain's crown. ഫൈനലി ഞങ്ങൾ പരുന്തുംപാറയിലെത്തി. പോണ അപ്പൊ പരുന്തുംപാറയിൽ എത്തിയിട്ട് കൈ വെച്ചെടുക്കണം. ഞാൻ പിടിച്ചോ. ഇവിടെ എത്തി. ഇനിയിപ്പോ വണ്ടി പാർക്ക് ചെയ്തിട്ട് കണ്ടിട്ട് ഭയങ്കര അടിപൊളിയാ, ഭയങ്കര ഇത്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ടുള്ള കാരണവും എനിക്ക് അറിയാമല്ലോ. ഇവർക്ക് കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടമായി. നല്ല കോടയുണ്ട്, നല്ല തണുപ്പുണ്ട്. എവിടെയായാലും കയറാം. തണുപ്പും തണുത്ത കാറ്റും കൊള്ളാൻ പറ്റത്തി. അതിൻ്റെ സൂക്ഷിച്ചോ. ഓ മൈ ഗോഡ്. അവര് വന്നിട്ട് പോ.
ഗൈസ്, അപ്പോൾ നമ്മൾ വാഗമണിയിൽ തിരിച്ച് വന്നപ്പോൾ ശ്രദ്ധയും മീനാക്ഷിയും കൃഷ്ണേന്ദും കൂടെ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അവരാണ് അതൊക്കെ ഡെക്കറേഷൻ ചെയ്തത്. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം റൂമിൽ ഞാൻ കയറിയപ്പോൾ ഞാൻ ഇത് കണ്ടില്ല. പുറകിൽ നിന്ന് അവർ പറഞ്ഞപ്പോഴാണ് ഈ ഡെക്കറേഷനൊക്കെ കണ്ടത്. എനിക്ക് സത്യം പറഞ്ഞ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സർപ്രൈസ് കിട്ടുന്നത്. എൻ്റെ ഭയങ്കര സന്തോഷം സങ്കടം. അതിൻ്റെ വീഡിയോ ഒന്നും നമ്മുടെ ഇതിനകത്തില്ല. അതൊക്കെ ചിലപ്പോൾ ചേട്ടൻ്റെ വ്ളോഗിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ വ്ളോഗിൽ ഇങ്ങനെയുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വീഡിയോ ഇതിൽ കൂടെ കണ്ടോളൂ. ഇനി മുറിച്ചോ. ഞങ്ങൾക്ക് അത് തന്നല്ല. പൊന്നിയുടെ മുറിയിൽ കയറിയിട്ട് പോവാം. അല്ല, നിങ്ങൾ ഇറങ്ങണം.